എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തുടരുന്നത് പ്രണയപുഷ്പം എന്ന പ്രണയകഥയുടെ 4ാം ഭാഗമാണ്. ഗുഡ് മോർണിംഗ് മാഷേ എന്നുള്ള കിളിനാദമായിരുന്നു. ഒപ്പം ആദിയുടെ നേരെ ആവി പറക്കുന്ന ചായക്കപ്പ് നീട്ടി ആ ശബ്ദത്തിന്റെ ഉടമ നിൽക്കുന്നു. അപ്രതീക്ഷിതമായി എന്തോ കണ്ടതുപോലെ ആദി നിശ്ചലമായി നിന്നുപോയി. സ്ട്രെയിറ്റ് ചെയ്ത് പടർത്തിയിട്ട മുടിയിലാണ് ആദ്യം ആദിയുടെ കണ്ണുടക്കിയത്. കരിനീല കണ്ണുകളെ മറച്ച് വീതിയുള്ള കറുപ്പിൽ നീല ബോർഡറോട് കൂടിയ ഫ്രെയിമുള്ള കണ്ണട അവളുടെ അഴകിന് മാറ്റുകൂട്ടുകയാണ് ചെയ്തത്. ഇരുവശത്തും ഗോൾഡൻ കളർ ചെയ്ത മുടിയിഴകൾ ഇടയ്ക്കവളുടെ ചെറിയ വട്ടമുഖത്തേക്ക് പാറിപ്പറക്കുന്നുണ്ട്. ആ കരിനീല കണ്ണുകൾക്ക് മാറ്റേകുന്ന തരത്തിൽ ത്രെഡ് ചെയ്ത നേർത്ത പുരികങ്ങൾ. മുടിയിഴകൾ മുന്നിലേക്ക് ചാഞ്ഞുകിടക്കുന്നതുകൊണ്ട് നെറ്റി പൂർണ്ണമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. സ്വതവേ ചുവന്ന ചുണ്ടുകൾ, ബ്രൗൺ കളർ ടീഷർട്ടിനു മീതെ ചെറിയ വെള്ള സ്ട്രൈപ്സ് ഉള്ള ഓവർകോട്ട്, അതിന് യോജിച്ച നീല ഡെനിം ജീൻസും. ആദിയുടെ മിഴികളിൽ അവളുടെ രൂപം ഒരു വജ്രശോഭയോടെ നിറഞ്ഞു നിന്നു. ഹലോ മാഷേ. തന്നെ കണ്ണിമച്ചിമാതെ നോക്കി നിൽക്കുന്ന ആദിയെ ഇടത് കൈകൊണ്ട് മുഖത്തിനു മുന്നിൽ ടാറ്റ കാണിക്കുന്നത് പോലെ വീശിയിട്ട് അവൾ വിളിച്ചു. അവളുടെ സ്വരം ആദിയുടെ കാതുകളിൽ പതിച്ചപ്പോൾ ആദി പെട്ടെന്ന് അവളിലെ നോട്ടം മാറ്റി. കുട്ടി ഏതാ? ആദി പെട്ടെന്ന് ചോദിച്ചു. ഞാൻ ആരാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ആദ്യം മാഷ് ഈ കപ്പ് പിടിച്ചേ. എത്ര നേരമായി എന്റെ കൈ കഴക്കുന്നു. അവൾ അത് പറഞ്ഞപ്പോഴാണ് ആദി ആ കപ്പിന്റെ കാര്യം ഓർക്കുന്നത്. ആദി വേഗം തന്നെ അവളുടെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങിച്ചു. എന്താലോചിച്ച് നിൽക്കുകയാ മാഷേ, കുടിച്ചു നോക്ക്. കപ്പ് അവളുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടും അവളെ നോക്കി ആരാണെന്നുള്ള ആലോചനയിൽ നിൽക്കുന്ന ആദിയോട് അവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദി അവളുടെ വാക്കുകൾ അനുസരിച്ചു. ആദി പതിയെ ഊതി ചായ കുടിക്കുന്നത് ഇടക്കണ്ണാലെ നോക്കിക്കൊണ്ട് അവളും ഒരു കപ്പിൽ ചായ കുടിക്കാൻ ആരംഭിച്ചു. അല്ല, കുട്ടി ആരാണെന്ന് പറഞ്ഞില്ല. ചായ കുടിക്കുന്നതിനിടയിൽ ആദി ചോദിച്ചു. അതിന് ഉത്തരമെന്ന നിലയിൽ ഒരു പുഞ്ചിരിയായിരുന്നു അവളുടെ ചുണ്ടുകളിൽ വിരിഞ്ഞത്. ചിരിക്കാതെ കാര്യം പറയടോ. അവളുടെ ആ പുഞ്ചിരി സ്വീകരിച്ചുകൊണ്ട് അവളുടെ നേരെ ചെറുപുഞ്ചിരിയോടെ അവൻ ചോദിച്ചു. അപ്പൊ എന്നെ ശരിക്കും മനസ്സിലായില്ല. അവൾ ചെറുചിരിയോടെ പറഞ്ഞു. ഇല്ല. ഓ, അപ്പോ എന്നെ ഓർമ്മയില്ല. അവൻ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. ആ, എങ്ങനെ ഓർമ്മയുണ്ടാവാനാ? നമ്മൾ തമ്മിൽ കാണുന്നത് ഇത് ആദ്യമല്ലേ? അവൾ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദ്യമൊന്നും പിടികിട്ടാതെ നിന്നു. എന്താ മാഷ ഇങ്ങനെ നിൽക്കുന്നത്? അത് പിന്നെ താൻ. ആദ്യ പറഞ്ഞു പൂർത്തിയാക്കുന്നതിനു മുന്നേ അവൾ പറഞ്ഞു. മാഷേ, നമ്മൾ തമ്മിൽ നേരിൽ കണ്ടിട്ടില്ലെന്നേയുള്ളൂ. മാഷ്ക്ക് എന്നെ നന്നായി അറിയാം. ഒന്നോർത്തു നോക്കിയേ. അതെ, തന്നെ കണ്ടപ്പോൾ മുതൽ പതിറ്റാണ്ടുകളുടെ പരിചയമുള്ള പോലെ. പക്ഷെ എങ്ങനെയാണ് പരിചയമെന്ന് എനിക്കറിയില്ല. ഓർത്തു നോക്കൂ മാഷേ. ഈ മാഷെ വിളി എവിടെയോ കേട്ട പോലെ. ഭാഗ്യം, ആ വിളിയെങ്കിലും ഓർമ്മയുണ്ടല്ലോ. അവൾ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. അവളുടെ പുഞ്ചിരിച്ച മുഖത്തേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് ആദി കണ്ണുകൾ പതിയെ അടച്ചു. ആദിയുടെ മനസ്സ് മാഷെ എന്നുള്ള വിളിയുടെ ഉടമയെ തേടിയിറങ്ങി. 3-4 നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണു. ആദിയുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു. അതോടൊപ്പം അവന്റെ മിഴികൾ പതിയെ തുറന്നു. ആഷ്ലിൻ. അവളുടെ മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് ആദിയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ആദിയിൽ നിന്നും വന്ന ശബ്ദതരംഗങ്ങൾ കാതുകളിൽ അലയടിച്ചപ്പോൾ അവളുടെ മുഖം ചുവന്നു തുടുത്തു. ഒപ്പം ആദിക്കായി ഒരു പാൽപുഞ്ചിരി അവൾ സമ്മാനിച്ചു. അതെ, ആഷ്ലിൻ. ആഷ്ലിൻ വർഗീസ്. അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ആഷ്ലിൻ, താനിവിടെ? ആദി വിശ്വസിക്കാനാവാത്ത മട്ടിൽ പറഞ്ഞു. എന്താ മാഷേ, വിശ്വാസമായില്ലേ? മാഷിനെ നിരന്തരം കത്തുകളിലൂടെ ശല്യപ്പെടുത്തിയിരുന്ന ആ പഴയ ആഷ്ലിൻ തന്നെയാ ഇത്. ആഷ്ലിൻ അതും പറഞ്ഞ് വലതുകൈ ഷേക്ക് ഹാൻഡിനായി ആദിക്ക് നേരെ നീട്ടി. ആദി പുഞ്ചിരിച്ചുകൊണ്ട് ഷേക്ക് ഹാൻഡ് സ്വീകരിച്ചു. ഒപ്പം എന്റെ കുസൃതി കുടുക്കയ്ക്ക് എന്റെ ഭവനത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. അതിന് മറുപടി എന്ന നിലയിൽ അവൾ പുഞ്ചിരി സമ്മാനിച്ചു. കുസൃതി കുടുക്കയോ? അവൾ പുരികമുയർത്തി ചോദിച്ചു. അതെ, കുസൃതി കുടുക്ക. തന്റെ കത്തുകൾ വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ വന്ന പേരാണത്. അല്ല, എവിടെയായിരുന്നു? ഏതാണ്ട് 1 വർഷത്തിനടുത്താകുന്നു തന്റെ അവസാന കത്ത് എനിക്ക് വന്നിട്ട്. ആ, കൊള്ളാലോ. മാഷ് എനിക്കായി കണ്ടുവച്ച പേര്. അത് പിന്നെ കത്തുകളിലൂടെ കുസൃതിയുടെ ഒരു വിസ്മയലോകം എന്റെ മുന്നിൽ തീർത്ത് തന്നെ ഞാൻ പിന്നെ എന്തു വിളിക്കും? ആദ്യം വന്ന കത്തില് അഡ്രസ്സ് പോയിട്ട് ഒരു പേര് പോലും ഉണ്ടായിരുന്നില്ല. ഓരോ കത്തിലും ചോദ്യവും ഉത്തരവും താൻ തന്നെ എഴുതിയിട്ടുണ്ടാകും. പിന്നെ കുറെ ഉത്തരമില്ലാത്ത കുസൃതി നിറഞ്ഞ സമസ്യകളും. അതൊക്കെ വായിച്ചപ്പോൾ തോന്നിയതാ തന്നെ ഒന്ന് നേരിൽ കാണണമെന്ന്. എന്നാ കണ്ടൂടായിരുന്നോ? ആ ബെസ്റ്റ്. അതെങ്ങനെയാ? ആകെ അറിയാവുന്നത് ഫ്രം അഡ്രസ്സിന്റെ ഭാഗത്തുള്ള ആഷ്ലിൻ വർഗീസ് എന്ന വലിയ പേര് മാത്രമായിരുന്നു. അത് വെച്ച് ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാനാ തന്നെ? ആദിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ കിലുകിലെ ചിരിച്ചു. നമുക്ക് നേരിൽ കാണാനുള്ള സമയം ആഗതമായി മാഷെ എന്നായിരുന്നു അവസാന കത്തിലെ വരികൾ. പിന്നെ ഒരു കത്ത് പോലും വന്നില്ല. അല്ല,
എന്തായിരുന്നു ഇത്രയും നാൾ മറഞ്ഞിരിക്കാനുള്ള കാരണം? അത് മാഷേ, ഞാൻ കത്തിലൂടെ പറഞ്ഞിരുന്നില്ലേ മെഡിസിന് പഠിക്കുന്ന കാര്യം. അതെ, ആ കോഴ്സ് കഴിഞ്ഞ് ഒരു സ്കോളർഷിപ്പ് കിട്ടി. അതിന്റെ കോഴ്സിനായി ന്യൂയോർക്ക് വരെ ഒന്ന് പോവേണ്ടി വന്നു. അതാ കത്തുകളൊന്നും പിന്നീട് അയക്കാഞ്ഞേ. ഓഹോ, പിന്നെ അതുമാത്രമല്ലാട്ടോ, അവസാന കത്തെഴുതുമ്പോൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഇനി കത്തുകളില്ല, മാഷിനെ നേരിൽ കാണണമെന്ന്. അപ്പൊ കോഴ്സ് കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി 2 മാസം കഴിഞ്ഞാൽ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസിക്ക് ജോയിൻ ചെയ്യണം. അപ്പൊ കുട്ടി ഡോക്ടറായോ? ആദ്യ തമാശ രൂപേണ പറഞ്ഞപ്പോൾ ആഷ്ലിൻ ചിരിച്ചുകൊണ്ട് അതെ എന്ന് പറഞ്ഞു. മാഷേ, കുടിച്ചു കഴിഞ്ഞ ചായ ഗ്ലാസ് സ്ലാബിൽ വെച്ചുകൊണ്ട് ആഷ്ലിൻ വിളിച്ചു. അത് കേട്ടപ്പോൾ എന്താ എന്നർത്ഥത്തിൽ ആദി അവളുടെ മുഖത്തേക്ക് നോക്കി. വിരോധമില്ലെങ്കിൽ ഡ്രസ് ചേഞ്ച് ചെയ്ത് വരാമോ മാഷേ? ആഷ്ലിൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകാതെ ആദി അവളെ നോക്കി. ഞാൻ വന്നെന്ന് കരുതി മാഷുടെ ശീലങ്ങളൊന്നും മാറ്റേണ്ട. വേഗം പോയി നല്ല മുണ്ടും ഷർട്ടും ധരിച്ചിട്ട് വാ. ഇന്ന് സൺഡേ അല്ലേ, ഞാനുമുണ്ട് മാഷിന്റെ കൂടെ ക്ഷേത്രത്തിലേക്ക്. ആഷ്ലിൻ പറഞ്ഞു. അല്ല, താൻ എങ്ങനെ ഇതൊക്കെ? ആദി മുഴുവൻ പറയുന്നതിന് മുന്നേ ആഷ്ലിൻ ഒരു മാസിക അവന്റെ നേരെ നീട്ടി. അതിൽ മുഖചിത്രം തന്നെ ആദിയുടേതായിരുന്നു. അവാർഡ് കിട്ടിയ ശേഷമുള്ള ഇന്റർവ്യൂ ആയിരുന്നു അതിൽ. മാഷുടെ ദിനചര്യ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. ആഷ്ലിൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദി ചെറുപുഞ്ചിരി അവൾക്കായി സമ്മാനിച്ചു. വൗ, കിടിലനായിട്ടുണ്ടല്ലോ. നീല ചെക്ക് ഷർട്ടും അതിനനുസരിച്ച് കരയുള്ള മുണ്ടും ധരിച്ച് ഉമ്മറത്തേക്ക് വന്ന അവനെ കണ്ടപ്പോൾ ആഷ്ലിൻ പറഞ്ഞു. അതിനൊരു ചെറുചിരി സമ്മാനിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ആഷ്ലിൻ, താൻ ഇതിലാണോ വന്നത്? മുറ്റത്ത് കിടക്കുന്ന വില്ലീസ് ജീപ്പ് കണ്ടപ്പോൾ ആദി ചോദിച്ചു. യെസ്, പപ്പയുടെ വണ്ടിയാ. ഓ, തന്റെ നാട് ഹൈറേഞ്ചിലാണല്ലേ? നമ്പർ പ്ലേറ്റിലേക്ക് നോക്കിക്കൊണ്ട് ആദി ചോദിച്ചു. അതെ മാഷേ, മൂന്നാർ. തന്നെ സമ്മതിച്ചിരിക്കുന്നു. വെളുപ്പിനെ തന്നെ ഇത്രയും ദൂരം, അതും ഒറ്റയ്ക്ക്. ആദി അത് പറഞ്ഞപ്പോൾ അവനൊരു പുഞ്ചിരി സമ്മാനിച്ചു. എന്നാ നമുക്കിറങ്ങാം, വിരലിൽ താക്കോൽ കറക്കിക്കൊണ്ട് ആഷ്ലിൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദി വേഗം വീട് പൂട്ടിക്കൊണ്ട് അവളുടെ ഒപ്പം ഇറങ്ങി. ആഷ്ലിൻ സ്റ്റിയറിംഗിൽ വിരലുകൾ പതിപ്പിച്ച് വളരെ അനായാസത്തോടെ ഡ്രൈവിംഗ് ചെയ്യുന്ന അവളെ കണ്ടപ്പോൾ ആദി വിളിച്ചു. ആ വിളി കേട്ട അവൾ ആദിയെ നോക്കി എന്താ എന്നർത്ഥത്തിൽ പുരികമുയർത്തി ചോദിച്ചു. അല്ല, തന്റെ വീട്ടുകാരെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതൊക്കെ പറയാൻ ഒരുപാടുണ്ട് മാഷേ. അപ്പോ ഒരുപാട് അംഗങ്ങളുള്ള ഫാമിലിയാ? അതെ, ഒരുപാട് അനിയത്തിമാരും ചേച്ചിമാരും ചേട്ടന്മാരും അനിയന്മാരും ഒക്കെയുള്ള വലിയ ഫാമിലിയാ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോ പപ്പയും അമ്മയും ഒക്കെ? പപ്പയും അമ്മയുമായിട്ട് എനിക്ക് ഒരാളേ ഉള്ളൂ, എന്റെ ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ? യാ, ക്യാപ്റ്റൻ വർഗീസ്. ഓ, അദ്ദേഹമാണോ ആഷ്ലിന്റെ പപ്പ? അത് കേട്ടപ്പോൾ അവൾ അല്ല എന്ന് തലയാട്ടി. അപ്പൊ ക്യാപ്റ്റൻ ആഷ്ലിന്റെ? ആദി ചോദിച്ചു. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.